ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. ഞാൻ കഴിഞ്ഞ ഈ നവംബറിലായിരുന്നു എൻ്റെ മിത്രാഭിഷേകം. വെളുത്തങ്ങാടി രൂപതയിലെ പിതാവാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞങ്ങൾ കൂടിയിട്ടിപ്പം ഞങ്ങൾ 200 ബിഷപ്സ് ഉണ്ടല്ലോ. നല്ല ഒരു ആദ്യമായിട്ട് വരുമ്പോൾ നല്ല ഒരു കൂട്ടമായിട്ട് തോന്നുന്നു. നല്ല ഒരു പിതാക്കന്മാരുടെ ഒരു നല്ല സംഘം. ഒത്തിരി നല്ല തീംസാണ് ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. റൂട്ടഡ് ഇൻ ക്രൈസ്റ്റ് ആൻഡ് ലവിങ് അവർ നേഷൻ, അതാണല്ലോ ഞങ്ങളുടെ തീം. എല്ലാം വളരെ ശക്തമായിട്ട് പോകുന്നു. നല്ല നല്ല ഡിസ്കഷൻസാണ്. എങ്ങനെ നമുക്ക് കർത്താവിനെ നമ്മുടെ ഭാരതത്തിന് കൊടുക്കാം എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. ആരെയും വ്രണപ്പെടുത്താതെ നമ്മുടേതായ രീതിയിൽ നമുക്ക് സ്നേഹിക്കാൻ പറ്റും. നമ്മുടെ സുവിശേഷത്തിൻ്റെ സത്യങ്ങൾ, സുവിശേഷത്തിൻ്റെ ആ സന്തോഷമുണ്ടല്ലോ, അതെങ്ങനെ നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് പറ്റുന്നുള്ളതാണ് ഇതായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. നല്ല അനുഭവമായിട്ട് തോന്നുന്നു. ഒത്തിരി നല്ല കാര്യങ്ങളൊക്കെ പുറത്ത് വരുന്നുണ്ട്. നല്ല എങ്ങനെയൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നതെന്നുള്ള കാര്യങ്ങൾ സന്തോഷമുണ്ട്. ആദ്യത്തെ അനുഭവമാണ് എനിക്ക്. ഇത്രയും പിതാക്കന്മാർ ഒന്നിച്ച് ഒന്ന് നമ്മുടെ ഒത്തിരി ഡിസ്കസ്സൊക്കെ ചെയ്യുമ്പോൾ, ഒത്തിരി കാര്യങ്ങൾ സംഭാഷണം ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് നമ്മുടെ നാട് വളരെ ഇതാണല്ലോ, വ്യത്യസ്തമായ നാടാണ്. കേരളം പോലെയല്ല. ഇന്ത്യ മൊത്തം നോക്കുമ്പോൾ പല പ്രശ്നങ്ങളുണ്ട്. അതിനെല്ലാത്തിനും നമുക്ക് എങ്ങനെ അഭിമുഖീകരിക്കാം എന്നുള്ള ഒരു നല്ല രീതിയാണ്. അപ്പോൾ ആ കർത്താവിൻ്റെ സ്നേഹമാണ് നമുക്ക് എല്ലാവർക്കും കൊടുക്കാനായിട്ടുള്ളത്. ആൾക്കാർ എന്തെല്ലാം എത്രത്തോളം നമ്മളെ അവഹേളിച്ചാലും ദ്വേഷിച്ചാലും അങ്ങോട്ട് സ്നേഹത്തോടു കൂടി പെരുമാറുക എന്നുള്ളതാണ് നമ്മുടെ ക്രൈസ്തവ മൂല്യത്തിൽപ്പെട്ടത്. അപ്പോൾ അങ്ങനെ നല്ലൊരു ഡിസ്കഷനായിട്ട് എനിക്ക് തോന്നുന്നു. നല്ല ഒരു കൂട്ടമായിട്ട് തോന്നുന്നു. സന്തോഷമുണ്ട്. ഞാൻ സാഗർ എന്നുള്ള ബിഷപ്പ് ജെയിംസ് അത്തിക്കളം. 3 ദിവസമായിട്ട് CBCI മീറ്റിങ്ങൊക്കെ ഭംഗിയായിട്ട് പോകുന്നു. നമ്മുടെ ഭാരതത്തിൽ സഭയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെ നേരിടണം, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനും നമ്മുടെ വിശ്വാസവും ഒക്കെ ഒരുമിച്ച് പോകുന്നതാണ്. എങ്കിലും നമ്മളെ പലപ്പോഴും ഇവിടുത്തെ ആളുകൾ ക്രിസ്ത്യാനികളെ വിദേശികളായി കാണുന്ന ഒരു സാഹചര്യത്തിൽ ഒക്കെ ഉണ്ട്. അപ്പം എന്നാലും നമ്മളുടെ ജീവിത സാക്ഷ്യത്തിലൂടെ നമ്മുടെ യേശു നമ്മെ പഠിപ്പിച്ച ആ സന്ദേശം മറ്റുള്ളവർക്ക് കൊടുത്ത് നമ്മൾ ശക്തമായിട്ട് നമ്മുടെ ക്രിസ്തീയ വിശ്വാസം ഉറപ്പിച്ച് മുന്നേറണമെന്നാണ്. ആ ഒരു രീതിയിലുള്ള ചിന്താഗതിയാണ് മുന്നോട്ട് പോകുന്നത്. മീറ്റിങ്ങുകളൊക്കെ നന്നായി പോകുന്നു. നല്ല റിസോഴ്സ് പേഴ്സൺസ് ഉണ്ടായിരുന്നു. നല്ല ഇൻപുട്ട് സെഷൻസൊക്കെ ആയിരുന്നു. എല്ലാവരും സൗഹൃദമായിട്ട് നന്നായിട്ട് പോകുന്നു. പിതാവ് മിഷൻ രൂപതയിൽ നിന്നാണ്. ഈ മിഷൻ പ്രവർത്തനങ്ങളിൽ ക്രൈസ്തവർ പ്രത്യേകിച്ച് ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. ഈ മതപരിവർത്തന നിരോധന നിയമവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേര് വ്യാജ ആരോപണങ്ങളിൽ ആക്രമിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ CBCIയുടെ തീരുമാനങ്ങളോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിക്കാണുന്നത് നമ്മുടെ ക്രിസ്തീയത ജീവിക്കുമ്പോഴത്തേക്കും ഇന്നത്തെ നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ ഓപ്പോസിഷൻസും അല്ലെങ്കിൽ ആക്രമണമൊക്കെ നമുക്കുണ്ടാകുന്നുണ്ട്. സഭയുടെ ചരിത്രം ആദ്യം മുതലേ അതുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ അതിനെ അതുകൊണ്ട് നഷ്ടധൈര്യരാകാതെ നമ്മൾ ധീരമായിട്ട് മുന്നോട്ട് പോകണമെന്നും അതേസമയം തന്നെ നമ്മുടെ സുവിശേഷം സ്നേഹത്തിൻ്റെ സുവിശേഷമാണ്. അപ്പം അതിൽ ഉറച്ചു നിന്നുകൊണ്ട് നമ്മൾ എല്ലാവരെയും സ്നേഹിക്കുന്ന സുവിശേഷം അല്ലെങ്കിൽ വിശ്വാസമാണ് നമുക്കുള്ളത്. അപ്പോൾ ആ സ്നേഹത്തിൻ്റെ ചൈതന്യം നമുക്കാരും ശത്രുക്കളില്ല. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡിലോട്ട് മുന്നോട്ട് പോകാനായിട്ടാണ് അതിരിക്കുന്നത്. അപ്പം അവൻ്റെ രൂപതയിൽ എങ്ങനെയാണ് സിറോ മലബാർ വിശ്വാസികളുടെ കാര്യങ്ങളെല്ലാം? അവിടെ നന്നായിട്ട് പോകുന്നു. സിറോ മലബാർ രൂപതയിൽ നമ്മുടെ ആരാധന രീതിയിലനുസരിച്ച് എല്ലാ കാര്യങ്ങൾ പോകുന്നു. പ്രതിസന്ധികളുണ്ട്. വില്ലേജുകളിലൊക്കെ നമുക്ക് വളരെയേറെ ബുദ്ധിമുട്ടുകൾ ചില സ്ഥലങ്ങളിൽ നിന്നുണ്ട്. എങ്കിലും സുവിശേഷം പ്രസംഗിക്കുന്നുണ്ട്. അവരെ ധൈര്യപ്പെടുത്തുവാനായിട്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. 37ാമത് CBCIയുടെ പ്ലീനറി സമ്മേളനത്തിൻ്റെ 3ാമത്തെ ദിവസത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളും ഭാരതത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ സഭയുടെ ആ ഒരു സാന്നിധ്യവും സഭ നേരിടുന്ന വെല്ലുവിളികളും ഞങ്ങൾ ചർച്ച ചെയ്യുകയായിരുന്നു. റൂട്ടഡ് ഇൻ ക്രൈസ്റ്റ് എന്നുള്ള ആ ഒരു മുഖ്യ പ്രമേയത്തിൽ എങ്ങനെ നമ്മളുടെ ക്രൈസ്തവ വിശ്വാസം ഭാരതത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനെ
ഈ ലോകത്തിൽ ഈ രാജ്യത്തിൽ പ്രസക്തമായി അവതരിപ്പിക്കുന്നു എന്നുള്ളത് ഞങ്ങളുടെ ചർച്ചയ്ക്ക് വിഷയമായിട്ടുണ്ട്. സിറ്റിസൺഷിപ്പ്, ഡിസൈപ്പിൾഷിപ്പ്, പൗരത്വവും ശിഷ്യത്വവും രണ്ടും പരസ്പര ബന്ധമില്ലാത്തവയല്ല. ക്രിസ്ത്യാനി വിളിക്കപ്പെട്ടിരിക്കുന്നത് ഈ ലോകത്തിലായിരിക്കാനും എന്നാൽ ലോകത്തിൻ്റേതല്ലാതായിരിക്കാനുമാണ്. ക്രിസ്തുവിൻ്റേതാണ്, എന്നാൽ ഈ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുന്ന ഈ രാജ്യത്തിൽ ഈ നാടിൻ്റെ പൗരൻ എന്ന നിലയിൽ പൂർണ്ണമായ അർത്ഥത്തിൽ പൗരത്വത്തെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെയുള്ള ഒരു വിശ്വാസ ജീവിതമാണ് ഒരു ക്രൈസ്തവ ശിഷ്യത്വം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. ഈശോ യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ അവർ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, ദുഷ്ടനിൽ നിന്ന് അവരെ രക്ഷിക്കണം എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഭാരതത്തിൽ ഭാരത പൗരൻ എന്ന നിലയിലുള്ള നമ്മളുടെ അസ്തിത്വത്തിൽ നിന്ന് നമ്മളെ മാറ്റിയെടുക്കാനല്ല, മറിച്ച് ഭാരതത്തിൽ ഇന്ന് നടമാടിക്കൊണ്ടിരിക്കുന്ന ദുഷ്ടൻ്റെ ശക്തികളെ, പ്രവർത്തനങ്ങളെ, അത് ഭൂരിപക്ഷ വർഗീയതയുടെ പേരിലാകാം, ന്യൂനപക്ഷ വർഗീയതയുടെ പേരിലായിരിക്കാം, കടന്നു വരുന്ന സാമൂഹിക നീതിയുടെ ധ്വംസനങ്ങളെയൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനോട് ഒരു നല്ല പൗരൻ എന്ന നിലയിൽ ശക്തമായി പ്രതികരിക്കുന്ന ഒരു വിശ്വാസ സമൂഹത്തെ കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ് നേതൃശുശ്രൂഷയിലുള്ള മെത്രാന്മാരായ ഞങ്ങളുടെ പ്രത്യേകമായിട്ടുള്ള ഒരു ദൗത്യം എന്ന് ഞങ്ങളെല്ലാവരും തിരിച്ചറിഞ്ഞു വരികയാണ്. നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. CBCIയുടെ ഈ ശുശ്രൂഷകളിലൂടെ ഭാരതത്തിലെ 3 വ്യക്തിഗത സഭകളിൽ നിന്നുള്ള മെത്രാന്മാർ ഒരുമിച്ച് കൂടി ഒത്തുവസിക്കുന്നതിലൂടെ ഭാരതസഭ ഒന്നാണെന്നും ഒരേ വിശ്വാസ ജീവിതം പങ്കിടുന്നവരാണെന്നും ഞങ്ങളും പരിശീലിക്കുകയാണ്, ഞങ്ങളും അതിൽ വളരുകയാണ്. അതിനുവേണ്ടി നിങ്ങൾ കൂടുതലായിട്ട് പ്രാർത്ഥിക്കണം. ഈ ആദ്യത്തെ CBCI സമ്മേളനത്തിൽ ഞാൻ ആദ്യമായിട്ട് പങ്കെടുക്കുന്നതാണ്. ഇതിൻ്റെ അകത്ത് വിവിധതരം പ്രമേയങ്ങളാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. പ്രധാനമായിട്ടും ഇന്നത്തെ ഇന്ത്യൻ ക്രിസ്തീയ കത്തോലിക്ക സഭ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതിന് പരിഹാരങ്ങളും കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുന്നു. ഒരു യൂണിറ്റി, ഐക്യത്തോടുകൂടി മുമ്പോട്ട് പോകുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഒത്തിരി സന്തോഷം. ആദ്യത്തെ അനുഭവം എങ്ങനെയുണ്ട് ഈ ഒരു മീറ്റിങ്ങിൽ? ഈ മീറ്റിങ്ങിൽ ഒന്നാമത് തന്നെ ഇന്ത്യയിൽ നിന്നുള്ള എല്ലാ മെത്രാന്മാരും ഉണ്ട്. ഇതിൻ്റെ അകത്ത് പല ഭാഗത്തു നിന്ന് വന്നവരാണ്. ഓരോ ഭാഗത്തും അവരവർക്ക് അനുഭവപ്പെടുന്ന പ്രശ്നങ്ങളൊക്കെ ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പം ഇന്ത്യയും മൊത്തം, അതായത് ഭാരതത്തിലെ മൊത്തം ക്രൈസ്തവർ ഒന്നിച്ചു കൂടിയ ഒരു അനുഭവമാണ് ഇവിടെ ഉണ്ടാകുന്നത്.